അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ അധികവും നമുക്ക് കാണാൻ കഴിയുന്നത് ഗിഫ്റ്റുകൾ കൊടുക്കുന്നതാണ്. സർപ്രൈസ് ഗിഫ്റ്റ്, അതുപോലെ ഷോക്കിംഗ് ഗിഫ്റ്റ്, സർപ്രൈസ് വിസിറ്റ്, ഇങ്ങനെ എവിടെ നോക്കിയാലും സർപ്രൈസുകളാണ്. അങ്ങനെ എനിക്കും കിട്ടി ഒരു സർപ്രൈസ് ഷോക്കിംഗ് ഗിഫ്റ്റ്. ഷോക്കിംഗ് എന്ന് പറയാൻ അതുപോലെ ഷോക്കായിട്ടാണ് എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടിയത്. അത് കിട്ടിയപ്പോ നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി. മാത്രവുമല്ല, അതിൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള വിധി, സമ്മാനങ്ങൾ കൊടുക്കുമ്പോ, ഗിഫ്റ്റുകൾ കൊടുക്കുമ്പോ അതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടിയാൽ അത് ഹലാലാണെന്നും മറ്റുള്ള ആളുകൾക്ക് കിട്ടിയാൽ അത് ഹറാമാണെന്നും അങ്ങനൊന്നുമില്ല. ഇസ്ലാമിന്റെ വിധി എല്ലാ ആളുകൾക്കും ഒരുപോലെയാണ്. അപ്പോ ആ വിധി എന്താണെന്നും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് ഏതായാലും ഗിഫ്റ്റ് ഒന്ന് കണ്ടാലോ. നല്ല ഷൂ ആണ്. ഷൂ എനിക്ക് ജോലി സംബന്ധമായി അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇത് ഒരു പാന്റാണ്. ഇത് എനിക്ക് അതിനേക്കാളും അത്യാവശ്യമാണ് ജോലിക്ക് യൂണിഫോമിന്റെ കൂടെ ധരിക്കാൻ. പിന്നെ ഉള്ളത് ടീഷർട്ട്. പിന്നെ ഉള്ളത് 2 അത്തറുകളാണ്. ഇത് ബ്രാൻഡ് പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ, നല്ല മണമുള്ള അത്തറാണ്. ഇതിൽ രണ്ടിലും വെച്ച് നോക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടെ മുമ്പന്തിയിലുള്ളത്. അപ്പോ അതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഇതിന് എനിക്ക് ഇരട്ടി മധുരമാണ്. കാരണം കടല് കടന്നു വന്ന സമ്മാനമാണ്. ഇതാരാ തന്നതെന്നല്ലേ? 2 പേര് ചേർന്നിട്ടുള്ള ഒരാള്. അതെങ്ങനെയാ 2 പേര് ചേർന്നിട്ടുള്ള ഒരാള്? എൻ്റെ ബീവിയും എൻ്റെ മകളും. അവർ 2 പേരും ഒരുപോലെ എഫേർട്ട് എടുത്തിട്ടാണ് ഈ സാധനം എനിക്ക് ഇവിടെ എത്തിച്ചു തന്നത്. അപ്പൊ ഇത് എന്തിനാണ് എനിക്ക് തന്നത് എന്നല്ലേ? നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുന്നുണ്ടാവുക ചിലപ്പോ ഫെബ്രുവരി 28-ാം തീയതി ആയിരിക്കും. ഫെബ്രുവരി 26-ാം തീയതി കഴിഞ്ഞ രാത്രി, അതായത് 27-ന്റെ അന്ന് രാത്രി മഗ്രിബ് നിസ്കരിച്ചിട്ടാണ് ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞത്. അപ്പൊ ആ നിക്കാഹ് കഴിഞ്ഞിട്ട് ഇന്നേക്ക് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് 15 വർഷം പൂർത്തിയാകുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എന്നോണം നാട്ടിൽ നിന്നും ഇങ്ങോട്ട് കടത്തിവിട്ടതാണ് ഈ ഗിഫ്റ്റ് എന്നുള്ളത്. അപ്പൊ അതിന് അവര് നല്ലോണം എഫേർട്ട് എടുത്തിട്ടുണ്ടാകും. കാരണം നാട്ടിൽ എന്തെങ്കിലും വിശേഷ ദിവസം വരുമ്പോ ഞാൻ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഇതേപോലെ നിക്കാഹ് ആനിവേഴ്സറി വരുമ്പോ, അല്ലെങ്കിൽ മകളുടെ ബർത്ത്ഡേ വരുമ്പോ ഒക്കെ എന്തെങ്കിലും ഗിഫ്റ്റുകൾ ഞാൻ കൊടുക്കാറുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എളുപ്പമായിരിക്കും. കാരണം നാട്ടിലുള്ള ആരെങ്കിലും ഒന്ന് വിളിക്കുക, അവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മകളുടെ ബർത്ത്ഡേ ആണെങ്കിൽ ബീവി ഏൽപ്പിക്കുക, ബീവി കൊടുക്കുക. ഇങ്ങനെ എനിക്ക് വളരെ എളുപ്പമായിരിക്കും. എന്നാൽ അവർക്ക് ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത് അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് നോമ്പാണ്. എൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ഏതു സമയത്താണ് ഡ്യൂട്ടിയിൽ ഉണ്ടാവുക, ഞാൻ എപ്പോഴാണ് റൂമിൽ ഉണ്ടാവുക, അതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അങ്ങനെ എൻ്റെ നാട്ടിലുള്ള എൻ്റെ അയൽവാസികളായ ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് അവര് സുബഹിക്ക് എന്നെ വിളിക്കുകയാണ്. സുബഹിക്ക് ഏതായാലും ഞാൻ ഡ്യൂട്ടിയിൽ ഉണ്ടാവില്ലല്ലോ. സുബഹി നിസ്കാരത്തിന്റെ സമയത്താണ് എന്നെ വിളിക്കുന്നത്. നിങ്ങളൊന്ന് അർജന്റ് വരണം, ഇവിടെ ഒരാൾക്ക് സുഖമില്ലാതെ ഉണ്ട്, നിങ്ങൾ പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ ആകെ പ്രയാസപ്പെട്ടു പോയി. അതാണ് ഞാൻ പറഞ്ഞത് ഷോക്കിംഗ് ഗിഫ്റ്റ് ആണെന്ന്. അങ്ങനെ ഞാൻ അവിടെ എത്തി. അവിടെ നോക്കുമ്പോൾ ഒരു സുഖമില്ലായ്മയില്ല. ആ സുഖമില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് താപാനായിട്ട്. ഞാൻ പോയിട്ട് അവിടെ പോയി എന്ത് പറ്റിയെന്നും ചോദിച്ച് കൈ കൊടുക്കുമ്പോൾ ഇവിടുന്ന് വലിക്കുന്നുണ്ട് ഹാപ്പി ആനിവേഴ്സറി ഗിഫ്റ്റ് എന്നും പറഞ്ഞിട്ട്. എന്താ പറയാ? അപ്പൊ ഷോക്കിൽ തന്നെ കിട്ടിയ ഗിഫ്റ്റാണ്. ഇനി അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് ഇസ്ലാമിന്റെ വിധി എന്താ? ഇസ്ലാം എന്താ പറഞ്ഞിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും വരുന്ന ഹദീസ് തന്നെയുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ട്. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, തഹാദു അല്ലെങ്കിൽ തഹാദു, നിങ്ങൾ ഹദിയ കൊടുക്കുക, അതായത് ഗിഫ്റ്റ് കൊടുക്കുക. ഫഇന്നൽ ഹദിയത തുദ്ഹിബു വഹറസ്വദ്. അതായത് ഈ ഗിഫ്റ്റ് എന്നുള്ളത്, ഹദിയ എന്നുള്ളത് മനസ്സിലെ നീരസങ്ങളെ, മനസ്സിലെ വെറുപ്പുകളെ അത് ഇല്ലാതാക്കി കളയും. അപ്പൊ അവിടെ സ്നേഹം വരും എന്നർത്ഥം. അപ്പൊ പരസ്പരം സ്നേഹിക്കേണ്ട ആളുകൾ, ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യക്ക്, അതുപോലെ മാതാപിതാക്കൾ മക്കൾക്ക്, മക്കള് മാതാപിതാക്കൾക്ക്, ഇങ്ങനെയുള്ള നമുക്ക് കൊടുക്കാൻ പറ്റിയ ആളുകൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണം. അത് സ്നേഹം വർദ്ധിക്കാൻ കാരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും വരുന്ന ഹദീസാണ്.
ഇത് പറഞ്ഞുകൊണ്ട് കാമുകന്മാരൊന്നും ഗിഫ്റ്റ് കൊടുക്കാൻ പോകണ്ട. അത് ഹലാലേ അല്ല, അത് ഹറാമ് തന്നെയാണ്. നിക്കാഹ് കഴിക്കാത്തവർ പരസ്പരം കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, നോക്കി വെച്ചിട്ടുണ്ട്, അതൊന്നും ഈ ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു വിധത്തിലും അനുയോജ്യമായതല്ല, അത് ഹറാമ് തന്നെയാണ്. ഇനി ഈ സർപ്രൈസ് വിസിറ്റ് അതൊരിക്കലും പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, സർപ്രൈസ് ആയിട്ട് ആരും വീട്ടിലേക്ക് വരരുത്. പ്രത്യേകിച്ചിട്ട് പ്രവാസികളായ ആളുകൾ ചിന്തിക്കണം. സർപ്രൈസ് ആയിട്ട് ചില ആളുകൾ വീട്ടിലേക്ക് ചെല്ലാറുണ്ട്. അത് വളരെയധികം അപകടമാണ്. ശരീരഘടനയെക്കുറിച്ച് പഠിച്ച ആളുകൾ തന്നെ, അതായത് ഡോക്ടർമാർ തന്നെ ചില ആളുകൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ തെളിവ് എൻ്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. ഈ ശരീരഘടനയെക്കുറിച്ച് പറഞ്ഞവർ സർപ്രൈസ് ആയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണാൻ കൊതിക്കുന്ന ആളുകൾ നമ്മെ പെട്ടെന്ന് കാണുന്ന സമയത്ത് അവരുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഷോക്കിങ്, തലച്ചോറിനുണ്ടാകുന്ന ആ ഷോക്കിങ് ചിലപ്പോ കോമയിലേക്ക് വരെ പോകാനോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന മസ്തിഷ്ക മരണം വരെ സംഭവിക്കാൻ കാരണമാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതാണ്, എതിർത്തതാണ്. എവിടെയെങ്കിലും കുറച്ചു നാൾ മാറി നിന്നിട്ട് അവര് വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവിടത്തേക്കൊന്ന് അറിയിപ്പ് കൊടുത്തിട്ട് വേണം പോകാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് ഉണ്ട്. പണ്ടൊക്കെ കച്ചവടത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങളാകും ചിലപ്പോൾ വരുമ്പോൾ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ വീട്ടിലേക്ക് അറിയിച്ചിട്ട് വേണം വരാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ആരും സർപ്രൈസ് വിസിറ്റ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ കൊടുക്കൽ അനുവദനീയമായ ആളുകൾക്ക് സർപ്രൈസ് ഗിഫ്റ്റുകൾ നിങ്ങൾ കൊടുത്തോളൂ. അത് മനസ്സുകൾ തമ്മിൽ യോജിക്കാൻ, അതായത് സ്നേഹം വർദ്ധിക്കാൻ കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളെയൊക്കെ പരസ്പരം സ്നേഹമുള്ളവരാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.